എഡ്യൂക്കേസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ വരുന്ന പരീക്ഷകൾക്കായിട്ട് തയ്യാറാക്കിയ പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത്. ചോദ്യങ്ങളിലേക്ക് കടക്കാം. സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും ഭാരമുള്ളതുമായ വസ്തുവിനെ പറയുന്ന പേര്. സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും ഭാരമുള്ളതുമായ വസ്തുവിനെ പറയുന്ന പേര് ദ്രവ്യം. ദ്രവ്യം എന്നാണ് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും ഭാരമുള്ളതുമായ വസ്തുവിനെ പറയുന്ന പേര്. ദ്രവ്യത്തിൻ്റെ 7 അവസ്ഥകൾ. ദ്രവ്യത്തിൻ്റെ 7 അവസ്ഥകൾ: ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ, ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ്, ക്വാർക്ക്, ഗ്ലൂവോൺ, പ്ലാസ്മ. ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ, ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ്, ക്വാർക്ക്, ഗ്ലൂവോൺ, പ്ലാസ്മ എന്നിവയാണ് ദ്രവ്യത്തിൻ്റെ 7 അവസ്ഥകൾ. പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ. പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ പ്ലാസ്മ. പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് പ്ലാസ്മ അവസ്ഥയിലാണ്. വളരെ ഉയർന്ന താപനിലയിലുള്ള ദ്രവ്യത്തിൻ്റെ അവസ്ഥ. വളരെ ഉയർന്ന താപനിലയിലുള്ള ദ്രവ്യത്തിൻ്റെ അവസ്ഥ ക്വാർക്ക്, ഗ്ലൂവോൺ, പ്ലാസ്മ. ക്വാർക്ക്, ഗ്ലൂവോൺ, പ്ലാസ്മയാണ് വളരെ ഉയർന്ന താപനിലയിലുള്ള ദ്രവ്യത്തിൻ്റെ അവസ്ഥ. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവ്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവ് പിണ്ഡം, മാസ്. പിണ്ഡമാണ് ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവിനെ പറയുന്നത്. ദ്രവ്യത്തിൻ്റെ ക്വാർക്ക് മോഡൽ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ. ദ്രവ്യത്തിൻ്റെ ക്വാർക്ക് മോഡൽ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ മുറേ ജെൽമാൻ, ജോർജ് സ്വിഗ്. മുറേ ജെൽമാനും ജോർജ് സ്വിഗുമാണ് ദ്രവ്യത്തിൻ്റെ ക്വാർക്ക് മോഡൽ കണ്ടുപിടിച്ചത്. ദൈവഗണം, ഗോഡ്സ് പാർട്ടിക്കിൾ എന്നറിയപ്പെടുന്നത്. ദൈവഗണം എന്നറിയപ്പെടുന്നത് ഹിഗ്സ് ബോസോൺ. ഹിഗ്സ് ബോസോണാണ് ദൈവഗണം അല്ലെങ്കിൽ ഗോഡ്സ് പാർട്ടിക്കിൾ എന്നറിയപ്പെടുന്നത്. പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളുടെ കനം പ്രസ്താവിക്കുന്ന യൂണിറ്റ്. പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളുടെ കനം പ്രസ്താവിക്കുന്ന യൂണിറ്റ് മൈക്രോൺ. മൈക്രോൺ ആണ് പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളുടെ കനം പ്രസ്താവിക്കുന്ന യൂണിറ്റ്. ഇന്ന് ആഗോളതലത്തിൽ അംഗീകരിച്ചിട്ടുള്ള അളവ് സമ്പ്രദായമായ SI യൂണിറ്റിലെ അടിസ്ഥാന അളവുകൾ എത്ര എണ്ണമാണ്? ഇന്ന് ആഗോളതലത്തിൽ അംഗീകരിച്ചിട്ടുള്ള അളവ് സമ്പ്രദായത്തിലെ SI യൂണിറ്റിലെ അടിസ്ഥാനമായ അളവുകൾ എത്ര എണ്ണമാണ്? 7 എണ്ണമാണ്. ആഗോളതലത്തിൽ അംഗീകരിച്ചിട്ടുള്ള അളവ് സമ്പ്രദായമായ SI യൂണിറ്റിലെ അടിസ്ഥാന അളവുകൾ 7 എണ്ണമാണ്. കപ്പലുകളുടെ വേഗം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ്. കപ്പലുകളുടെ വേഗം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് നോട്ട്. നോട്ടാണ് കപ്പലുകളുടെ വേഗം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ്. വ്യോമ സമുദ്ര ഗതാഗത മേഖലകളിൽ ദൂരം അളക്കുന്ന യൂണിറ്റാണ് നോട്ടിക്കൽ മൈൽ. ഒരു നോട്ടിക്കൽ മൈൽ എത്ര കിലോമീറ്ററാണ്? വ്യോമ സമുദ്ര ഗതാഗത മേഖലകളിൽ ദൂരം അളക്കുന്ന യൂണിറ്റാണ് നോട്ടിക്കൽ മൈൽ. ഒരു നോട്ടിക്കൽ മൈൽ എത്ര കിലോമീറ്ററാണ്? 1.852 കിലോമീറ്റർ. ഒരു നോട്ടിക്കൽ മൈൽ എന്ന് പറയുന്നത് 1.852 കിലോമീറ്ററാണ്. ഇലൂമിനൻസിൻ്റെ യൂണിറ്റ്. ഇലൂമിനൻസിൻ്റെ യൂണിറ്റ് ലക്സ്. ലക്സ് ആണ് ഇലൂമിനൻസിൻ്റെ യൂണിറ്റ്. ലെൻസിൻ്റെ പവർ അളക്കുന്ന യൂണിറ്റ്. ലെൻസിൻ്റെ പവർ അളക്കുന്ന യൂണിറ്റ് ഡയോപ്റ്റർ. ഡയോപ്റ്റർ ആണ് ലെൻസിൻ്റെ പവർ അളക്കുന്ന യൂണിറ്റ്. റേഡിയോ ആക്ടിവിറ്റിയുടെ യൂണിറ്റ്. റേഡിയോ ആക്ടിവിറ്റിയുടെ യൂണിറ്റ് ക്യൂറി, ബെക്വറൽ എന്നിവയാണ് റേഡിയോ ആക്ടിവിറ്റിയുടെ യൂണിറ്റ്. ക്യൂറി, ബെക്വറൽ. ദ്രവ്യത്തിന് പിണ്ഡം എന്ന ഗുണം നൽകുന്ന കണം. ദ്രവ്യത്തിന് പിണ്ഡം എന്ന ഗുണം നൽകുന്ന കണം ഹിഗ്സ് ബോസോൺ. ഹിഗ്സ് ബോസോൺ ആണ് ദ്രവ്യത്തിന് പിണ്ഡം എന്ന ഗുണം നൽകുന്ന കണം. പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളിലും കാണപ്പെടുന്ന അടിസ്ഥാനപരമായ പ്രാഥമിക കണങ്ങൾ. പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളിലും കാണപ്പെടുന്ന അടിസ്ഥാനപരമായ പ്രാഥമിക കണങ്ങൾ ക്വാർക്ക്. ക്വാർക്കാണ് പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളിലും കാണപ്പെടുന്ന അടിസ്ഥാനപരമായ പ്രാഥമിക കണങ്ങൾ. കാന്തിക ഫ്ലക്സിൻ്റെ സാന്ദ്രത അളക്കുന്ന യൂണിറ്റ്. കാന്തിക ഫ്ലക്സിൻ്റെ സാന്ദ്രത അളക്കുന്ന യൂണിറ്റ് ടെസ്ല. ടെസ്ലയാണ് കാന്തിക ഫ്ലക്സിൻ്റെ സാന്ദ്രത അളക്കുന്ന യൂണിറ്റ്. അന്തരീക്ഷത്തിലെ നീരാവിയുടെ അളവ് അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം. അന്തരീക്ഷത്തിലെ നീരാവിയുടെ അളവ് അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഹൈഗ്രോമീറ്റർ. ഹൈഗ്രോമീറ്റർ ആണ് അന്തരീക്ഷത്തിലെ നീരാവിയുടെ അളവ് അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം. വൈദ്യുത സിഗ്നലുകളുടെ ശക്തി വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. വൈദ്യുത സിഗ്നലുകളുടെ ശക്തി വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ആംപ്ലിഫയർ. ആംപ്ലിഫയർ ആണ് വൈദ്യുത സിഗ്നലുകളുടെ ശക്തി വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം.
തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായി കാണുന്ന അവസ്ഥ. തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായി കാണുന്ന അവസ്ഥ പ്ലാസ്മ. പ്ലാസ്മ അവസ്ഥയിലാണ് തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായി കാണപ്പെടുന്നത്. പദാർത്ഥങ്ങളുടെ ഊർജ്ജവാഹകർ എന്നറിയപ്പെടുന്ന ബോസോൺ എന്ന പദം ആദ്യമായി പ്രയോഗിച്ചത്. പദാർത്ഥങ്ങളുടെ ഊർജ്ജവാഹകർ എന്നറിയപ്പെടുന്ന ബോസോൺ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് പോൾ ഡിറാക്. പോൾ ഡിറാക് ആണ് പദാർത്ഥങ്ങളുടെ ഊർജ്ജവാഹകർ എന്നറിയപ്പെടുന്ന ബോസോൺ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. പ്രവൃത്തിയുടെ യൂണിറ്റ്. പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂൾ, ന്യൂട്ടൺ, മീറ്റർ. ജൂളും ന്യൂട്ടൺ മീറ്ററുമാണ് പ്രവൃത്തിയുടെ യൂണിറ്റ്. 1 കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിനെ 1 മീറ്റർ ഉയർത്താൻ ചെയ്യേണ്ട പ്രവൃത്തിയുടെ അളവ്. 1 കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിനെ 1 മീറ്റർ ഉയർത്താൻ ചെയ്യേണ്ട പ്രവൃത്തിയുടെ അളവാണ് 1 ജൂൾ. 1 കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിനെ 1 മീറ്റർ ഉയർത്താൻ ചെയ്യേണ്ട പ്രവൃത്തിയുടെ അളവ് അറിയപ്പെടുന്നത് 1 ജൂൾ എന്നാണ്. യൂണിറ്റ് സമയത്തിൽ ചെയ്ത പ്രവൃത്തി അഥവാ പ്രവൃത്തിയുടെ നിരക്കാണ്. യൂണിറ്റ് സമയത്തിൽ ചെയ്ത പ്രവൃത്തി അഥവാ പ്രവൃത്തിയുടെ നിരക്ക് പവർ. യൂണിറ്റ് സമയത്തിൽ ചെയ്ത പ്രവൃത്തി അഥവാ പ്രവൃത്തിയുടെ നിരക്ക് പവർ. ബലം പ്രയോഗിക്കുന്ന ദിശയിൽ തന്നെ സ്ഥാനാന്തരം സംഭവിക്കുകയാണെങ്കിൽ പ്രവൃത്തി ഡാഷ് ആയിരിക്കും. ബലം പ്രയോഗിക്കുന്ന ദിശയിൽ തന്നെ സ്ഥാനാന്തരം സംഭവിക്കുകയാണെങ്കിൽ പ്രവൃത്തി ഡാഷ് ആയിരിക്കും, പോസിറ്റീവ്. ബലം പ്രയോഗിക്കുന്ന ദിശയിൽ തന്നെ സ്ഥാനാന്തരം സംഭവിക്കുകയാണെങ്കിൽ പ്രവൃത്തി പോസിറ്റീവ് ആയിരിക്കും. ബലം പ്രയോഗിക്കുന്ന ദിശയ്ക്ക് എതിരായാണ് സ്ഥാനാന്തരം സംഭവിക്കുന്നതെങ്കിൽ പ്രവൃത്തി ഡാഷ് ആയിരിക്കും. ബലം പ്രയോഗിക്കുന്ന ദിശയ്ക്ക് എതിരായാണ് സ്ഥാനാന്തരം സംഭവിക്കുന്നതിൽ പ്രവൃത്തി നെഗറ്റീവ് ആയിരിക്കും. ബലം പ്രയോഗിക്കുന്ന ദിശയ്ക്ക് എതിരായാണ് സ്ഥാനാന്തരം സംഭവിക്കുന്നതെങ്കിൽ പ്രവൃത്തി നെഗറ്റീവ് ആയിരിക്കും. ബലം പ്രയോഗിക്കുന്ന ദിശയിൽ വസ്തുവിനുണ്ടാകുന്ന സ്ഥാനാന്തരമാണ്. ബലം പ്രയോഗിക്കുന്ന ദിശയിൽ വസ്തുവിനുണ്ടാകുന്ന സ്ഥാനാന്തരം പ്രവൃത്തി. ബലം പ്രയോഗിക്കുന്ന ദിശയിൽ വസ്തുവിനുണ്ടാകുന്ന സ്ഥാനാന്തരമാണ് പ്രവൃത്തി എന്നറിയപ്പെടുന്നത്. പ്രവൃത്തിയുടെ CGS യൂണിറ്റ് ഏത്? പ്രവൃത്തിയുടെ CGS യൂണിറ്റ് എർഗ്. എർഗ് ആണ് പ്രവൃത്തിയുടെ CGS യൂണിറ്റ്. യൂണിറ്റ് വിസ്തീർണത്തിൽ ലംബമായി അനുഭവപ്പെടുന്ന ആകെ ബലമാണ്. യൂണിറ്റ് വിസ്തീർണത്തിൽ ലംബമായി അനുഭവപ്പെടുന്ന ആകെ ബലമാണ് മർദ്ദം, പ്രഷർ. മർദ്ദമാണ് യൂണിറ്റ് വിസ്തീർണത്തിൽ ലംബമായി അനുഭവപ്പെടുന്ന ആകെ ബലം. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തു മറ്റൊരു വസ്തുവിൽ ഏൽപ്പിക്കുന്ന ആഘാതം. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തു മറ്റൊരു വസ്തുവിൽ ഏൽപ്പിക്കുന്ന ആഘാതം അറിയപ്പെടുന്നത് ആക്കം, മൊമെൻറ്റം. ആക്കം എന്നാണ് ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തു മറ്റൊരു വസ്തുവിൽ ഏൽപ്പിക്കുന്ന ആഘാതം അറിയപ്പെടുന്നത്. അന്തരീക്ഷമർദ്ദം അളക്കുന്ന ഉപകരണമായ ബാരോമീറ്റർ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ. അന്തരീക്ഷമർദ്ദം അളക്കുന്ന ഉപകരണമായ ബാരോമീറ്റർ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ടോറിസെല്ലി. ടോറിസെല്ലിയാണ് അന്തരീക്ഷമർദ്ദം അളക്കുന്ന ഉപകരണമായ ബാരോമീറ്റർ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ. ബാരോമീറ്ററിലെ ഉയർച്ച സൂചിപ്പിക്കുന്നത്. ബാരോമീറ്ററിലെ ഉയർച്ച സൂചിപ്പിക്കുന്നത് പ്രസന്നമായ കാലാവസ്ഥയെ. പ്രസന്നമായ കാലാവസ്ഥയാണ് ബാരോമീറ്ററിലെ ഉയർച്ച സൂചിപ്പിക്കുന്നത്. ബാരോമീറ്ററിലെ പെട്ടെന്നുള്ള താഴ്ച സൂചിപ്പിക്കുന്നത് കൊടുങ്കാറ്റിനെ. കൊടുങ്കാറ്റിനെയാണ് ബാരോമീറ്ററിലെ പെട്ടെന്നുള്ള താഴ്ച സൂചിപ്പിക്കുന്നത്. മർദ്ദം കൂടുമ്പോൾ ഐസിന്റെ ദ്രവണാങ്കം കുറയുന്ന പ്രതിഭാസം അറിയപ്പെടുന്നത്. മർദ്ദം കൂടുമ്പോൾ ഐസിന്റെ ദ്രവണാങ്കം കുറയുന്ന പ്രതിഭാസം അറിയപ്പെടുന്നത് പുനർഹിമായനം. പുനർഹിമായനം എന്നാണ് മർദ്ദം കൂടുമ്പോൾ ഐസിന്റെ ദ്രവണാങ്കം കുറയുന്ന പ്രതിഭാസം അറിയപ്പെടുന്നത്. താഴേക്ക് ചലിക്കുന്ന കല്ലിൽ ഗുരുത്വാകർഷണം ചെയ്യുന്ന പ്രവൃത്തി ഡാഷ് ആയിരിക്കും. താഴേക്ക് ചലിക്കുന്ന കല്ലിൽ ഗുരുത്വാകർഷണം ചെയ്യുന്ന പ്രവൃത്തി ഡാഷ് ആയിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. താഴേക്ക് ചലിക്കുന്ന കല്ലിൽ ഗുരുത്വാകർഷണം ചെയ്യുന്ന പ്രവൃത്തി പോസിറ്റീവ് ആയിരിക്കും. പവറിൻ്റെ മെക്കാനിക്കൽ യൂണിറ്റ്. പവറിൻ്റെ മെക്കാനിക്കൽ യൂണിറ്റ് കുതിരശക്തി, ഹോഴ്സ് പവർ. കുതിരശക്തിയാണ് പവറിൻ്റെ മെക്കാനിക്കൽ യൂണിറ്റ്. പെട്രോൾ ജലത്തിന് മുകളിൽ പറക്കുന്നതിന് കാരണം. പെട്രോൾ ജലത്തിന് മുകളിൽ പറക്കുന്നതിന് കാരണം പെട്രോളിന് ജലത്തേക്കാൾ സാന്ദ്രത കുറവായതുകൊണ്ട്. പെട്രോളിന് ജലത്തേക്കാൾ സാന്ദ്രത കുറവായതുകൊണ്ടാണ് പെട്രോൾ ജലത്തിന് മുകളിൽ പറക്കുന്നതിന് കാരണമാകുന്നത്. കടൽ ജലത്തിൽ ശുദ്ധജലത്തേക്കാൾ എളുപ്പത്തിൽ നീന്താൻ കഴിയുന്നതിന് കാരണം. കടൽ ജലത്തിൽ ശുദ്ധജലത്തേക്കാൾ എളുപ്പത്തിൽ നീന്താൻ കഴിയുന്നതിന് കാരണം കടൽ ജലത്തിന് ശുദ്ധജലത്തേക്കാൾ സാന്ദ്രത കൂടുതലാണ്. കടൽ ജലത്തിന് ശുദ്ധജലത്തേക്കാൾ സാന്ദ്രത കൂടുതലായതുകൊണ്ടാണ് കടൽ ജലത്തിൽ ശുദ്ധജലത്തേക്കാൾ എളുപ്പത്തിൽ നീന്താൻ കഴിയുന്നത്. ജലത്തിൻ്റെ സാന്ദ്രത. ജലത്തിൻ്റെ സാന്ദ്രത 1000 കിലോഗ്രാം പെർ ക്യൂബിക് മീറ്റർ. 1000 കിലോഗ്രാം പെർ ക്യൂബിക് മീറ്ററാണ് ജലത്തിൻ്റെ സാന്ദ്രത. മുനയൊടിഞ്ഞ ആണി ചുമരിൽ കയറ്റാൻ പ്രയാസമാണ് കാരണം. മുനയൊടിഞ്ഞ ആണി ചുമരിൽ കയറ്റാൻ പ്രയാസമാണ് കാരണം പ്രതല വിസ്തീർണം കൂടുമ്പോൾ മർദ്ദം കുറയുന്നു.
പ്രതല വിസ്തീർണം കൂടുമ്പോൾ മർദ്ദം കുറയുന്നത് മൂലമാണ് മുനയൊടിഞ്ഞ ആണി ചുമരിൽ കയറ്റാൻ പ്രയാസമാവുന്നത്. മർദ്ദത്തിൻ്റെ യൂണിറ്റ് പാസ്കലാണ് മർദ്ദത്തിൻ്റെ യൂണിറ്റ്. പ്രഷർ കുക്കറിൽ പാചകം വേഗത്തിൽ ചെയ്യാൻ സാധിക്കുന്നതിന് കാരണം ഉയർന്ന മർദ്ദം ഊഷ്മാവ് വർദ്ധിപ്പിക്കുന്നത് മൂലമാണ് പ്രഷർ കുക്കറിൽ പാചകം വേഗത്തിൽ ചെയ്യാൻ സാധിക്കുന്നതിന് കാരണം. ഹൈഡ്രോളിക് പ്രസ്, ഹൈഡ്രോളിക് ബ്രേക്ക്, ഹൈഡ്രോളിക് ജാക്ക് എന്നിവയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട നിയമം. ഹൈഡ്രോളിക് പ്രസ്, ഹൈഡ്രോളിക് ബ്രേക്ക്, ഹൈഡ്രോളിക് ജാക്ക് എന്നിവയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട നിയമം പാസ്കൽ നിയമം. ഹൈഡ്രോളിക് പ്രസ്, ഹൈഡ്രോളിക് ബ്രേക്ക്, ഹൈഡ്രോളിക് ജാക്ക് എന്നിവയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട നിയമം പാസ്കൽ നിയമമാണ്. ഊർജം, എനർജി എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് തോമസ് യങ് ആണ് ഊർജം, എനർജി എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത്. ഊർജം അളക്കാൻ ഉപയോഗിക്കുന്ന SI യൂണിറ്റ് ജൂൾ ആണ്. ഊർജം അളക്കാൻ ഉപയോഗിക്കുന്ന SI യൂണിറ്റ്. ഊർജം അളക്കാൻ ഉപയോഗിക്കുന്ന CGS യൂണിറ്റ് എർഗ് ആണ്. 1 ജൂൾ ഈസ് ഈക്വൽ ടു ഡാഷ് എർഗ്. 1 ജൂൾ ഈസ് ഈക്വൽ ടു ഡാഷ് എർഗ് 10⁻⁷ എർഗ്. 1 ജൂൾ ഈസ് ഈക്വൽ ടു 10⁻⁷ എർഗ് ആണ്. സ്ഥാനമാറ്റം കൊണ്ടും രൂപമാറ്റം കൊണ്ടും വസ്തുവിന് ലഭിക്കുന്ന ഊർജം. സ്ഥിതിക ഊർജമാണ്. സ്ഥാനമാറ്റം കൊണ്ടും രൂപമാറ്റം കൊണ്ടും വസ്തുവിന് ലഭിക്കുന്ന ഊർജം സ്ഥിതികോർജം. ഒരു വസ്തുവിന് അതിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജം ഗതികോർജമാണ്. ഒരു വസ്തുവിന് അതിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജം. പായുന്ന ബുള്ളറ്റ്, ഉരുളുന്ന കല്ല്, ഒഴുകുന്ന ജലം എന്നിവയിലെ ഊർജം ഗതികോർജമാണ്. പായുന്ന ബുള്ളറ്റ്, ഉരുളുന്ന കല്ല്, ഒഴുകുന്ന ജലം എന്നിവയിലെ ഊർജം. ജലസംഭരണിയിൽ ശേഖരിച്ചിരിക്കുന്ന ജലത്തിന് ലഭ്യമാകുന്ന ഊർജം സ്ഥിതികോർജമാണ്. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിക്കുകയാണെങ്കിൽ അതിൻ്റെ ഗതികോർജം. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിക്കുകയാണെങ്കിൽ അതിൻ്റെ ഗതികോർജം 4 ഇരട്ടിയാകും. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിക്കുകയാണെങ്കിൽ അതിൻ്റെ ഗതികോർജം 4 ഇരട്ടിയാകും. തറയിൽ ഇരിക്കുന്ന ഒരു വസ്തുവിൻ്റെ സ്ഥിതികോർജം എത്ര? തറയിലിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ സ്ഥിതികോർജം 0. തറയിലിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ സ്ഥിതികോർജം 0 ആണ്. സൂര്യനിലെ ഊർജോൽപാദനത്തെക്കുറിച്ച് ആദ്യമായി ശാസ്ത്രീയമായ വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞൻ. സൂര്യനിലെ ഊർജോൽപാദനത്തെക്കുറിച്ച് ആദ്യമായി ശാസ്ത്രീയമായ വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞൻ ഹാൻസ് ബേത്ത് ആണ്. സൂര്യനിലെ ഊർജോൽപാദനത്തെക്കുറിച്ച് ആദ്യമായി ശാസ്ത്രീയമായ വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞൻ. ബഹിരാകാശ വാഹനങ്ങളുടെയും കൃത്രിമോപഗ്രഹങ്ങളുടെയും മുഖ്യ ഊർജ്ജ സ്രോതസ്. ബഹിരാകാശ വാഹനങ്ങളുടെയും കൃത്രിമോപഗ്രഹങ്ങളുടെയും മുഖ്യ ഊർജ്ജ സ്രോതസ് സൗരോർജം. സൗരോർജമാണ് ബഹിരാകാശ വാഹനങ്ങളുടെയും കൃത്രിമോപഗ്രഹങ്ങളുടെയും മുഖ്യ ഊർജ്ജ സ്രോതസ്. ഉയരം കൂടുന്നതിനനുസരിച്ച് വസ്തുവിൽ ചെയ്യപ്പെടുന്ന പ്രവൃത്തിയുടെ അളവും വസ്തുവിൻ്റെ സ്ഥിതികോർജവും. ഉയരം കൂടുന്നതിനനുസരിച്ച് വസ്തുവിൽ ചെയ്യപ്പെടുന്ന പ്രവൃത്തിയുടെ അളവും വസ്തുവിൻ്റെ സ്ഥിതികോർജവും കൂടുന്നു. ഉയരം കൂടുന്നതിനനുസരിച്ച് വസ്തുവിൽ ചെയ്യപ്പെടുന്ന പ്രവൃത്തിയുടെ അളവും വസ്തുവിൻ്റെ സ്ഥിതികോർജവും കൂടുകയാണ്. പുനഃസ്ഥാപിക്കാൻ സാധ്യമല്ലാത്ത നോൺ റിന്യൂവബിൾ ഊർജ്ജ സ്രോതസ്സുകൾക്ക് ഉദാഹരണങ്ങൾ. പുനഃസ്ഥാപിക്കാൻ സാധ്യമല്ലാത്ത ഊർജ്ജ സ്രോതസ്സുകൾക്ക് ഉദാഹരണങ്ങൾ കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം. പുനഃസ്ഥാപിക്കാൻ സാധ്യമല്ലാത്ത നോൺ റിന്യൂവബിൾ ഊർജ്ജ സ്രോതസ്സുകൾക്ക് ഉദാഹരണങ്ങളാണ് കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം തുടങ്ങിയവ. പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന റിന്യൂവബിൾ ഊർജ്ജ സ്രോതസ്സുകൾക്ക് ഉദാഹരണങ്ങൾ. പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകൾക്ക് ഉദാഹരണങ്ങൾ സൗരോർജം, ജൈവപിണ്ഡം, ബയോഗ്യാസ്. പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന റിന്യൂവബിൾ ഊർജ്ജ സ്രോതസ്സുകൾക്ക് ഉദാഹരണങ്ങളാണ് സൗരോർജം, ജൈവപിണ്ഡം, ബയോഗ്യാസ് എന്നിവ. ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനം. ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനം എന്നാണ് ഡിസംബർ 14. ഡിസംബർ 14 ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനം. ഊർജ്ജ സംരക്ഷണ നിയമത്തിൻ്റെ ഉപജ്ഞാതാവ്. ഊർജ്ജ സംരക്ഷണ നിയമത്തിൻ്റെ ഉപജ്ഞാതാവ് ആൽബർട്ട് ഐൻസ്റ്റൈൻ.
ആൽബർട്ട് ഐൻസ്റ്റൈൻ ആണ് ഊർജ്ജ സംരക്ഷണ നിയമത്തിൻ്റെ ഉപജ്ഞാതാവ്. ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവത്തിന് വ്യക്തമായ വിശദീകരണം നൽകിയത് 1921 ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ ലഭിച്ച ശാസ്ത്രജ്ഞൻ. ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവത്തിന് വ്യക്തമായ വിശദീകരണം നൽകിയതിന് 1921 ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ച ശാസ്ത്രജ്ഞൻ ആൽബർട്ട് ഐൻസ്റ്റൈൻ. ആൽബർട്ട് ഐൻസ്റ്റൈൻ ആണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവത്തിന് വ്യക്തമായ വിശദീകരണം നൽകിയതിന് 1921 ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ ലഭിച്ച ശാസ്ത്രജ്ഞൻ. ആൽബർട്ട് ഐൻസ്റ്റൈൻ രൂപവൽക്കരിച്ച ഊർജ്ജ സമവാക്യം ഏത്? ആൽബർട്ട് ഐൻസ്റ്റൈൻ രൂപവൽക്കരിച്ച ഊർജ്ജ സമവാക്യം E=mc². ആൽബർട്ട് ഐൻസ്റ്റൈൻ രൂപവൽക്കരിച്ച ഊർജ്ജ സമവാക്യം E=mc² ആണ്. വസ്തുവിൻ്റെ ഭാരവും വേഗവും കൂടുന്നതിനനുസരിച്ച് ഗതികോർജ്ജം. വസ്തുവിൻ്റെ ഭാരവും വേഗവും കൂടുന്നതിനനുസരിച്ച് ഗതികോർജ്ജം കൂടുന്നു. വസ്തുവിൻ്റെ ഭാരവും വേഗവും കൂടുന്നതിനനുസരിച്ച് ഗതികോർജ്ജം കൂടുകയാണ്. ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ആകെ ഗതികോർജ്ജത്തിൻ്റെ അളവ്. ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ആകെ ഗതികോർജ്ജത്തിൻ്റെ അളവ് താപം. ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ആകെ ഗതികോർജ്ജത്തിൻ്റെ അളവാണ് താപം. താപത്തിൻ്റെ യൂണിറ്റ് ജൂൾ. ജൂളാണ് താപത്തിൻ്റെ യൂണിറ്റ്. ഊഷ്മാവ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഊഷ്മാവ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം തെർമോമീറ്റർ. തെർമോമീറ്ററാണ് ഊഷ്മാവ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഒരു പദാർത്ഥത്തിലെ താപനില 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്തുന്നതിന് ആവശ്യമായ താപം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഒരു പദാർത്ഥത്തിലെ താപനില 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്തുന്നതിന് ആവശ്യമായ താപം ഏത് പേരിൽ അറിയപ്പെടുന്നു? താപധാരിത, ഹീറ്റ് കപ്പാസിറ്റി. താപധാരിത എന്നതാണ് ഒരു പദാർത്ഥത്തിലെ താപനില 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്തുന്നതിന് ആവശ്യമായ താപം അറിയപ്പെടുന്നത്. താപധാരിത, ഹീറ്റ് കപ്പാസിറ്റി. 1 കിലോഗ്രാം പദാർത്ഥത്തിൻ്റെ താപനില 1 ഡിഗ്രി സെൽഷ്യസ് വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായ താപത്തിൻ്റെ അളവ് ആ പദാർത്ഥത്തിൻ്റെ ഡാഷ് ആണ്. 1 കിലോഗ്രാം പദാർത്ഥത്തിൻ്റെ താപനില 1 ഡിഗ്രി സെൽഷ്യസ് വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായ താപത്തിൻ്റെ അളവ് ആ പദാർത്ഥത്തിൻ്റെ വിശിഷ്ട താപധാരിത ആണ്. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. 1 കിലോഗ്രാം പദാർത്ഥത്തിൻ്റെ താപനില 1 ഡിഗ്രി സെൽഷ്യസ് വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായ താപത്തിൻ്റെ അളവ് ആ പദാർത്ഥത്തിൻ്റെ വിശിഷ്ട താപധാരിതയാണ്. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. വിശിഷ്ട താപധാരിതയുടെ യൂണിറ്റ് ഏത്? വിശിഷ്ട താപധാരിതയുടെ യൂണിറ്റ് J/kg/K, ജൂൾ പെർ കിലോഗ്രാം പെർ കെൽവിൻ. ജൂൾ പെർ കിലോഗ്രാം പെർ കെൽവിൻ, J/kg/K. വിശിഷ്ട താപധാരിത യൂണിറ്റാണ് J/kg/K. ജലത്തിൻ്റെ വിശിഷ്ട താപധാരിത എത്ര? ജലത്തിൻ്റെ വിശിഷ്ട താപധാരിത 4200 J/kg/K. 4200 ജൂൾ പെർ കിലോഗ്രാം പെർ കെൽവിനാണ് ജലത്തിൻ്റെ വിശിഷ്ട താപധാരിത. ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകളിൽ തന്മാത്രകൾക്ക് ഏറ്റവും കൂടുതൽ ഗതികോർജ്ജമുള്ള അവസ്ഥ ഏത്? ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകളിൽ തന്മാത്രകൾക്ക് ഏറ്റവും കൂടുതൽ ഗതികോർജ്ജമുള്ള അവസ്ഥ വാതകാവസ്ഥ. ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകളിൽ തന്മാത്രകൾക്ക് ഏറ്റവും കൂടുതൽ ഗതികോർജ്ജമുള്ള അവസ്ഥയാണ് വാതകാവസ്ഥ. സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ ഒരു ഖരവസ്തു ദ്രാവകമാകുന്ന താപനിലയാണ് ആ വസ്തുവിൻ്റെ സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ ഒരു ഖരവസ്തു ദ്രാവകമാകുന്ന താപനിലയാണ് ആ വസ്തുവിൻ്റെ ദ്രവണാങ്കം, മെൽറ്റിംഗ് പോയിന്റ്. സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ ഒരു ഖരവസ്തു ദ്രാവകമാകുന്ന താപനിലയാണ് ആ വസ്തുവിൻ്റെ ദ്രവണാങ്കം, മെൽറ്റിംഗ് പോയിന്റ്. ഐസിൻ്റെ ദ്രവണാങ്കം എത്ര? ഐസിൻ്റെ ദ്രവണാങ്കം 0 ഡിഗ്രി സെൽഷ്യസ്. 0 ഡിഗ്രി സെൽഷ്യസ് ആണ് ഐസിൻ്റെ ദ്രവണാങ്കം. ജലം ഐസാകുന്ന താപനില 0 ഡിഗ്രി സെൽഷ്യസ്. 0 ഡിഗ്രി സെൽഷ്യസിലാണ് ജലം ഐസാകുന്നത്. സ്പ്രിംഗ് ബാലൻസിൻ്റെ പ്രവർത്തനത്തിന് പിന്നിലെ അടിസ്ഥാന നിയമം. സ്പ്രിംഗ് ബാലൻസിൻ്റെ പ്രവർത്തനത്തിന് പിന്നിലെ അടിസ്ഥാന നിയമം ഹൂക്സ് നിയമം. ഹൂക്സ് നിയമമാണ് സ്പ്രിംഗ് ബാലൻസിൻ്റെ പ്രവർത്തനത്തിന് പിന്നിലെ അടിസ്ഥാന നിയമം. സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ ഒരു ദ്രാവകം തിളച്ച് ബാഷ്പമായി മാറുന്ന നിശ്ചല താപനിലയാണ്. സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ ഒരു ദ്രാവകം തിളച്ച് ബാഷ്പമായി മാറുന്ന നിശ്ചിത താപനിലയാണ് ആ പദാർത്ഥത്തിൻ്റെ തിളനില, ബോയിലിംഗ് പോയിന്റ്. സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ ഒരു ദ്രാവകം തിളച്ച് ബാഷ്പമായി മാറുന്ന നിശ്ചിത താപനിലയാണ് ആ പദാർത്ഥത്തിൻ്റെ തിളനില അല്ലെങ്കിൽ ബോയിലിംഗ് പോയിന്റ്. 1 കിലോഗ്രാം ദ്രാവകം അതിൻ്റെ തിളനിലയിൽ വെച്ച് താപനിലയിൽ മാറ്റമില്ലാതെ പൂർണ്ണമായും വാതകമായി മാറാൻ സ്വീകരിക്കുന്ന താപമാണ് ആ പദാർത്ഥത്തിൻ്റെ
1 കിലോഗ്രാം ദ്രാവകം അതിൻ്റെ തിളനിലയിൽ വെച്ച് താപനിലയിൽ മാറ്റമില്ലാതെ പൂർണ്ണമായും വാതകമായി മാറാൻ സ്വീകരിക്കുന്ന താപമാണ് ആ പദാർത്ഥത്തിൻ്റെ ബാഷ്പീകരണ ലീനതാപം. 1 കിലോഗ്രാം ദ്രാവകം അതിൻ്റെ തിളനിലയിൽ വെച്ച് താപനിലയിൽ മാറ്റമില്ലാതെ പൂർണ്ണമായും വാതകമായി മാറാൻ സ്വീകരിക്കുന്ന താപമാണ് ആ പദാർത്ഥത്തിൻ്റെ ബാഷ്പീകരണ ലീനതാപം. ജലത്തിൻ്റെ തിളനില എത്ര? ജലത്തിൻ്റെ തിളനില 100 ഡിഗ്രി സെൽഷ്യസ്. 100 ഡിഗ്രി സെൽഷ്യസ് ആണ് ജലത്തിൻ്റെ തിളനില. ഒരു പ്രൊജക്ടൈലിന് ഏറ്റവും കൂടുതൽ റേഞ്ച് ലഭിക്കുന്ന കോണളവ്. ഒരു പ്രൊജക്ടൈലിന് ഏറ്റവും കൂടുതൽ റേഞ്ച് ലഭിക്കുന്ന കോണളവ് 45 ഡിഗ്രി. ഒരു പ്രൊജക്ടൈലിന് ഏറ്റവും കൂടുതൽ റേഞ്ച് ലഭിക്കുന്ന കോണളവാണ് 45 ഡിഗ്രി. തിളച്ച വെള്ളം കൊണ്ടുള്ള പൊള്ളലിനേക്കാൾ ഹാനികരമാണ് നീരാവി കൊണ്ടുള്ള പൊള്ളൽ. ഇതിന് കാരണം എന്ത്? തിളച്ച വെള്ളം കൊണ്ടുള്ള പൊള്ളലിനേക്കാൾ ഹാനികരമാണ് നീരാവി കൊണ്ടുള്ള പൊള്ളൽ. ഇതിന് കാരണം ജലബാഷ്പം തണുത്ത് വെള്ളമാകുമ്പോൾ കൂടുതൽ താപം പുറത്തുവിടുന്നു. ജലബാഷ്പം തണുത്ത് വെള്ളമാകുമ്പോൾ കൂടുതൽ താപം പുറത്തുവിടുന്നത് മൂലമാണ് തിളച്ച വെള്ളം കൊണ്ടുള്ള പൊള്ളലിനേക്കാൾ ഹാനികരമാണ് നീരാവി കൊണ്ടുള്ള പൊള്ളൽ എന്ന് പറയുന്നത്. മർദ്ദം കൂടുമ്പോൾ ദ്രാവകത്തിൻ്റെ തിളനിലയ്ക്കുണ്ടാകുന്ന മാറ്റം എന്ത്? മർദ്ദം കൂടുമ്പോൾ ദ്രാവകത്തിൻ്റെ തിളനിലയ്ക്കുണ്ടാകുന്ന മാറ്റം തിളനില കൂടുന്നു. മർദ്ദം കൂടുമ്പോൾ ദ്രാവകത്തിൻ്റെ തിളനിലയ്ക്ക് എന്താണ് ഉണ്ടാകുന്നത്? തിളനില കൂടുന്നു. സാധാരണ താപനിലയിൽ ദ്രാവകോപരിതലത്തിൽ നിന്ന് തന്മാത്രകൾ സ്വതന്ത്രമാവുകയും ദ്രാവകം വാതകാവസ്ഥയിലേക്ക് മാറുകയും ചെയ്യുന്ന പ്രതിഭാസമാണ് സാധാരണ താപനിലയിൽ ദ്രാവകോപരിതലത്തിൽ നിന്ന് തന്മാത്രകൾ സ്വതന്ത്രമാവുകയും ദ്രാവകം വാതകാവസ്ഥയിലേക്ക് മാറുകയും ചെയ്യുന്ന പ്രതിഭാസം ബാഷ്പീകരണം. സാധാരണ താപനിലയിൽ ദ്രാവകോപരിതലത്തിൽ നിന്ന് തന്മാത്രകൾ സ്വതന്ത്രമാവുകയും ദ്രാവകം വാതകാവസ്ഥയിലേക്ക് മാറുകയും ചെയ്യുന്ന പ്രതിഭാസം ബാഷ്പീകരണമാണ്. മൺപാത്രങ്ങളിൽ ജലം കൂടുതൽ തണുത്തിരിക്കാൻ കാരണമാകുന്ന പ്രതിഭാസം. മൺപാത്രങ്ങളിൽ ജലം കൂടുതൽ തണുത്തിരിക്കാൻ കാരണമാകുന്ന പ്രതിഭാസം ബാഷ്പീകരണം. ബാഷ്പീകരണം മൂലമാണ് മൺപാത്രങ്ങളിൽ വെച്ചിട്ടുള്ള ജലം കൂടുതൽ തണുത്തിരിക്കാൻ കാരണമാകുന്നത്. നാഫ്തലിൻ ഗുളികകൾ തുറന്നു വെച്ചിരുന്നാൽ ക്രമേണ ഇല്ലാതാകുന്നതിന് കാരണമാകുന്ന പ്രതിഭാസം ഏത്? നാഫ്തലിൻ ഗുളികകൾ തുറന്നു വെച്ചിരുന്നാൽ ക്രമേണ ഇല്ലാതാകുന്നതിന് കാരണമാകുന്ന പ്രതിഭാസം ഉത്പതനം. നാഫ്തലിൻ ഗുളികകൾ തുറന്നു വെച്ചിരുന്നാൽ ക്രമേണ ഇല്ലാതാകുന്നതിന് കാരണമാകുന്ന പ്രതിഭാസമാണ് ഉത്പതനം. അന്തരീക്ഷവായുവിൽ അടങ്ങിയ ജലബാഷ്പത്തിൻ്റെ അളവാണ്. അന്തരീക്ഷവായുവിൽ അടങ്ങിയ ജലബാഷ്പത്തിൻ്റെ അളവ് ആർദ്രത. അന്തരീക്ഷവായുവിൽ അടങ്ങിയ ജലബാഷ്പത്തിൻ്റെ അളവാണ് ആർദ്രത. ആപേക്ഷിക ആർദ്രത അളക്കാനുള്ള ഉപകരണം. ആപേക്ഷിക ആർദ്രത അളക്കാനുള്ള ഉപകരണം ഹൈഗ്രോമീറ്റർ. ഹൈഗ്രോമീറ്റർ ആണ് ആപേക്ഷിക ആർദ്രത അളക്കാനുള്ള ഉപകരണം. ഖരപദാർത്ഥങ്ങളിലൂടെ താപം പ്രസരണം ചെയ്യുന്ന രീതി. ഖരപദാർത്ഥങ്ങളിലൂടെ താപം പ്രസരണം ചെയ്യുന്ന രീതി ചാലനം. ഖരപദാർത്ഥങ്ങളിലൂടെ താപം പ്രസരണം ചെയ്യുന്ന രീതി അറിയപ്പെടുന്നത് ചാലനം എന്നാണ്. ഒരു കല്ല് ചരടിൽ കെട്ടി കറക്കുമ്പോൾ കല്ലിന് മേൽ കൈ പ്രയോഗിക്കുന്ന ബലം. ഒരു കല്ല് ചരടിൽ കെട്ടി കറക്കുമ്പോൾ കല്ലിന് മേൽ കൈ പ്രയോഗിക്കുന്ന ബലം അഭികേന്ദ്ര ബലം. ഒരു കല്ല് ചരടിൽ കെട്ടി കറക്കുമ്പോൾ കല്ലിന് മേൽ കൈ പ്രയോഗിക്കുന്ന ബലമാണ് അഭികേന്ദ്ര ബലം. സോപ്പ് ലായനി സാധാരണ വെള്ളത്തേക്കാൾ അഴുക്ക് എളുപ്പം നീക്കാൻ കാരണം. സോപ്പ് ലായനി സാധാരണ വെള്ളത്തേക്കാൾ അഴുക്ക് എളുപ്പം നീക്കാൻ കാരണം പ്രതലബലം കുറവായതിനാൽ. സോപ്പ് ലായനിയിൽ പ്രതലബലം കുറവായതിനാലാണ് സാധാരണ വെള്ളത്തേക്കാൾ അഴുക്ക് എളുപ്പം നീക്കാൻ സാധിക്കുന്നത്. ജലത്തുള്ളികളെ ജനൽ ഗ്ലാസിൽ ഒട്ടിച്ചു നിർത്തുന്ന ബലം. ജലത്തുള്ളികളെ ജനൽ ഗ്ലാസിൽ ഒട്ടിച്ചു നിർത്തുന്നതിനുള്ള ബലം അഡീഷൻ ബലം. അഡീഷൻ ബലം മൂലമാണ് ജലത്തുള്ളികൾ ജനൽ ഗ്ലാസിൽ ഒട്ടിച്ചു നിർത്തിയ പോലെ കാണപ്പെടുന്നത്. രണ്ട് വസ്തുക്കളുടെയും പിണ്ഡം ഇരട്ടിയായാൽ അവ തമ്മിലുള്ള ആകർഷണ ബലം. രണ്ട് വസ്തുക്കളുടെയും പിണ്ഡം ഇരട്ടിയായാൽ അവ തമ്മിലുള്ള ആകർഷണ ബലം 4 മടങ്ങാകുന്നു. രണ്ട് വസ്തുക്കളുടെയും പിണ്ഡം ഇരട്ടിയായാൽ അവ തമ്മിലുള്ള ആകർഷണ ബലം 4 മടങ്ങാകുന്നു. ഒരു ജലത്തുള്ളിയിലെ തന്മാത്രകളെ തമ്മിൽ ചേർത്ത് നിർത്തുന്ന ബലം. ഒരു ജലത്തുള്ളിയിലെ തന്മാത്രകളെ തമ്മിൽ ചേർത്ത് നിർത്തുന്ന ബലം കൊഹിഷൻ ബലം. കൊഹിഷൻ ബലമാണ് ഒരു ജലത്തുള്ളിയിലെ തന്മാത്രകളെ തമ്മിൽ ചേർത്ത് നിർത്തുന്ന ബലം. ഒരു കുതിരശക്തി എന്നത് എത്ര വാട്ടാണ്? ഒരു കുതിരശക്തി എന്നത് എത്ര വാട്ടാണ്? 746 വാട്ട്. ഒരു കുതിരശക്തി എന്നത് 746 വാട്ടാണ്. ഒരു വസ്തുവിന് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത് ഡാഷിലാണ്. ഒരു വസ്തുവിന് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത് ഡാഷിലാണ്. ധ്രുവപ്രദേശങ്ങളിൽ. ഒരു വസ്തുവിന് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത് ധ്രുവപ്രദേശങ്ങളിലാണ്. ഗുരുത്വാകർഷണ നിയമം ആവിഷ്കരിച്ചത് ആര്? ഗുരുത്വാകർഷണ നിയമം ആവിഷ്കരിച്ചത് ഐസക് ന്യൂട്ടൺ.
ഐസക് ന്യൂട്ടനാണ് ഗുരുത്വാകർഷണ നിയമം ആവിഷ്കരിച്ചത്. ആണി ചുറ്റിക കൊണ്ട് അടിച്ചു കയറ്റുമ്പോൾ പ്രയോഗിക്കപ്പെടുന്ന ബലം. ആണി ചുറ്റിക കൊണ്ട് അടിച്ചു കയറ്റുമ്പോൾ പ്രയോഗിക്കപ്പെടുന്ന ബലം ആവേഗബലം. ആവേഗബലമാണ് ആണി ചുറ്റിക കൊണ്ട് അടിച്ചു കയറ്റുമ്പോൾ പ്രയോഗിക്കപ്പെടുന്ന ബലം. ചലനത്തെക്കുറിച്ചുള്ള പഠനം. ചലനത്തെക്കുറിച്ചുള്ള പഠനം ഡൈനാമിക്സ്. ഡൈനാമിക്സ് ആണ് ചലനത്തെക്കുറിച്ചുള്ള പഠനം. ഒരു കല്ലിൽ ചരട് കെട്ടി കറക്കുമ്പോൾ കല്ലിൻ്റെ ചലനം. ഒരു കല്ലിൽ ചരട് കെട്ടി കറക്കുമ്പോൾ കല്ലിൻ്റെ ചലനം വർത്തുള ചലനം. ഒരു കല്ലിൽ ചരട് കെട്ടി കറക്കുമ്പോൾ കല്ലിൻ്റെ ചലനം വർത്തുള ചലനമാണ്. ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ഒരു വസ്തുവിൻ്റെ മുന്നോട്ടും പിന്നോട്ടുമുള്ള ചലനം. ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ഒരു വസ്തുവിൻ്റെ മുന്നോട്ടും പിന്നോട്ടുമുള്ള ചലനം ദോലനം. ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ഒരു വസ്തുവിൻ്റെ മുന്നോട്ടും പിന്നോട്ടുമുള്ള ചലനം ദോലനം എന്നാണ് അറിയപ്പെടുന്നത്. ഒരു ക്ലോക്കിൻ്റെ പെൻഡുലത്തിൻ്റെ നീളം ഇരട്ടിയാക്കിയാൽ. ഒരു ക്ലോക്കിൻ്റെ പെൻഡുലത്തിൻ്റെ നീളം ഇരട്ടിയാക്കിയാൽ സംഭവിക്കുന്നത് ക്ലോക്ക് സ്ലോ ആകും. ഒരു ക്ലോക്കിൻ്റെ പെൻഡുലത്തിൻ്റെ നീളം ഇരട്ടിയാക്കിയാൽ ക്ലോക്ക് സ്ലോ ആകും. കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാനിൻ്റെ ദളങ്ങളുടെ ചലനം. കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാനിൻ്റെ ദളങ്ങളുടെ ചലനം പരിക്രമണ ചലനം. കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാനിൻ്റെ ദളങ്ങളുടെ ചലനം പരിക്രമണ ചലനമാണ്. സ്വിച്ച് ഓഫ് ചെയ്ത ശേഷവും ഫാൻ അല്പസമയത്തേക്ക് കറങ്ങുന്നതിന് കാരണം. സ്വിച്ച് ഓഫ് ചെയ്ത ശേഷവും ഫാൻ അല്പസമയത്തേക്ക് കറങ്ങുന്നതിന് കാരണം ചലനജഡത്വം. ചലനജഡത്വം മൂലമാണ് സ്വിച്ച് ഓഫ് ചെയ്ത ശേഷവും ഫാൻ അല്പസമയത്തേക്ക് കറങ്ങുന്നതിന് കാരണമാകുന്നത്. ബലത്തിന് വ്യക്തമായ നിർവചനം നൽകുന്ന ചലന നിയമം. ബലത്തിന് വ്യക്തമായ നിർവചനം നൽകുന്ന ചലന നിയമം ഒന്നാം ചലന നിയമം. ഒന്നാം ചലന നിയമമാണ് ബലത്തിന് വ്യക്തമായ നിർവചനം നൽകുന്ന ചലന നിയമം. ഏതൊരു പ്രവർത്തനത്തിനും സമവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും എന്ന് പ്രസ്താവിക്കുന്ന ന്യൂട്ടൻ്റെ ചലന നിയമം. ഏതൊരു പ്രവർത്തനത്തിനും സമവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും എന്ന് പ്രസ്താവിക്കുന്ന ന്യൂട്ടൻ്റെ ചലന നിയമം മൂന്നാം ചലന നിയമം. ഏതൊരു പ്രവർത്തനത്തിനും സമവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കുമെന്ന് പ്രസ്താവിക്കുന്ന ന്യൂട്ടൻ്റെ ചലന നിയമം മൂന്നാം ചലന നിയമമാണ്. പ്രകൃതിയിലെ ഏറ്റവും ദുർബലമായ ബലം. പ്രകൃതിയിലെ ഏറ്റവും ദുർബലമായ ബലം ഗുരുത്വാകർഷണ ബലം. ഗുരുത്വാകർഷണ ബലമാണ് പ്രകൃതിയിലെ ഏറ്റവും ദുർബലമായ ബലം. ഭൂമിയുടെ പലായന പ്രവേഗം. ഭൂമിയുടെ പലായന പ്രവേഗം 11.2 km/s. 11.2 km/s ആണ് ഭൂമിയുടെ പലായന പ്രവേഗം. നിർബാധം ഫ്രീ ഫാൾ പതിക്കുന്ന വസ്തുക്കളുടെ ഭാരം ഡാഷ് ആയിരിക്കും. നിർബാധം പതിക്കുന്ന വസ്തുക്കളുടെ ഭാരം ഡാഷ് ആയിരിക്കും 0 ആയിരിക്കും. നിർബാധം ഫ്രീ ഫാളിൽ പതിക്കുന്ന വസ്തുക്കളുടെ ഭാരം 0 ആയിരിക്കും. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.